കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ അടുത്ത ദിവസത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അപ്പൊ ഇന്നലെ ഉച്ചയ്ക്ക് പറഞ്ഞ വിശേഷത്തിന്റെ ബാക്കി വിശേഷം കേട്ടോ അപ്പൊ ഞാൻ പറയാൻ പോകുന്നത്. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒരു 1:30-2 മണിക്കുള്ളിൽ തന്നെ ഞാൻ രേവതിയുടെ സച്ചിയുടെ പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ മറക്കാതെ എല്ലാവരും കയറി കാണണം. അപ്പൊ ഇന്നലെ ഉച്ചയ്ക്ക് നമ്മൾ കണ്ടു ചന്ദ്രമതി അങ്ങനെ പലിശക്കാരന്റെ പിടിയിലാവുകയാണ്. പലിശ കൊടുക്കാൻ കൊണ്ടുവന്ന പൈസ അങ്ങനെ കള്ളന്മാർ അടിച്ചോണ്ട് പോയി കഴിഞ്ഞപ്പോ ചന്ദ്രമതിക്ക് വേറെ നിർവാഹമില്ലായിരുന്നു. ഇത് പറയാൻ വന്നു കഴിഞ്ഞപ്പോ ചന്ദ്രമതിനെ എന്ത് ചെയ്യാണ്, മുറിക്കകത്ത് പൂട്ടിയിടുകയാണ്. വീട്ടിൽ നിന്ന് ആരെങ്കിലും വന്നാൽ മാത്രം ഇനി പുറത്തു വിടുവാണെന്ന് പറഞ്ഞു. എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ ചന്ദ്രമതി അവിടെ കിടന്ന് അലറി വിളിക്കുകയാണ്, എന്നെ തുറന്നുവിട് അല്ലെ വീട്ടിൽ അന്വേഷിക്കും. അതിനേക്കാൾ ഉപരി ചന്ദ്രമതിയുടെ പ്രശ്നം വീട്ടിൽ അറിയാതെ ഈ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നേ. വീട്ടിൽ അറിഞ്ഞിട്ടുണ്ടെങ്കിലോ അതോടുകൂടി തീർന്നു. ഇനിയിപ്പോ രവിയേണ്ണൻ എന്താ ചെയ്യുന്നതെന്ന് പോലും പറയാൻ പറ്റില്ല. അതോർത്ത് ചന്ദ്രമതിക്ക് വല്ലാത്ത വെപ്രാളമായി. പിന്നീട് കാണിക്കുന്ന സച്ചിയും രവതിയും കൂടെ വരുവാണ്. വരുന്ന വഴിക്ക് സച്ചി പറഞ്ഞു, എനിക്കെന്തോ നല്ല സംശയമുണ്ട് ആ സുധീനെ. അവൻ തന്നെ ആയിരിക്കും ആ പൈസ എടുത്തോണ്ട് പോയത്. അച്ഛന്റെ പെൻഷൻ തുക 1,00,000 രൂപ. എന്നിട്ട് അമ്മ നമ്മളോട് കള്ളം പറഞ്ഞായിരിക്കും എന്ന് പറയാം. അങ്ങനെയൊക്കെ ചെയ്യുവോ? അവനെക്കുറിച്ച് ശരിക്കും അറിയത്തില്ലാഞ്ഞിട്ടാ രേവതിനൊക്കെ. ഉറപ്പായിട്ട് അവൻ അതല്ല അതിനേക്കാൾ അപ്പുറം ചെയ്യുന്നവനാ. കൃത്യസമയത്തന്നെ അവനെ അമ്മ രക്ഷപ്പെടുത്തി. ഇല്ലായിരുന്നെ അവനെ കാണിച്ചു കൊടുത്താനെന്ന് പറയാം. ഇനി പോട്ടെ, ഇനി അതിനെക്കുറിച്ചൊന്നും ആലോചിക്കണ്ട. എന്തായാലും പൈസ തിരിച്ചു കിട്ടിയല്ലോ, അച്ഛന്റെ പൈസ തിരിച്ചു കിട്ടിയിട്ടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അമ്മയുടെ കയ്യിലേക്കല്ലേ പൈസ കൊടുത്തിരിക്കുന്നത്. ആ പൈസ പോകുന്ന വഴി കാണത്തില്ലെന്ന് പറയാം. ഈ സമയത്ത് ദേവത്തിൽ അതെ വീട്ടിലേക്ക് പോവല്ലേ, ഒരു കാര്യം ചെയ്യാം, ഇവിടെ നിർത്തിക്കോ, ഞാൻ ഇവിടുന്ന് പൊക്കോളാന്ന് പറയാം. ഈ സമയത്ത് സച്ചു പറഞ്ഞു, അതെന്താ? അല്ല എന്തേലും വാങ്ങിക്കൊണ്ട് പോകണ്ടേന്ന് വെക്കാം. ഒരു കാര്യം ചെയ്യാം, എന്തേലും വാങ്ങിക്കൊണ്ട് പോവാ എന്നും പറഞ്ഞിട്ട് സച്ചി വണ്ടി നിർത്തി. അപ്പോഴാണ് സച്ചിക്ക് ഒരു കോള് വരുന്നത്. ഒരു ഓട്ടം വന്നാണ്. പെട്ടെന്ന് തന്നെ രേവതിയോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഞാൻ ഓട്ടം പോയിട്ട് വരാം, ഇച്ചിരി ദൂരം ഓട്ടമാന്ന് പറയണം. അത് കുഴപ്പമില്ല, പോയിട്ട് വരാൻ പറയണം. അന്നെങ്കിൽ നീ കടയിൽ നിന്ന് എന്തെങ്കിലും വീട്ടിലേക്ക് ദേവുവിനും അമ്മയ്ക്കും ഒക്കെ വാങ്ങിച്ചുകൊണ്ട് പൊക്കോളാൻ പറഞ്ഞ് പൈസ എടുത്ത് കൊടുക്കണം. പെട്ടെന്ന് ഓർത്തു, അയ്യോ പലിശ പൈസ കൊടുത്തില്ല, CC അടയ്ക്കാനുള്ള പൈസ കൊടുത്തില്ല. ഒരു കാര്യം ചെയ്യാം, എനിക്കിപ്പോൾ ഓട്ടം വന്നിരിക്കുമല്ലേ, എനിക്ക് അങ്ങോട്ട് പോകാൻ സമയമില്ല. നീ അയാളുടെ അടുത്ത് പോയിട്ട് ഈ പൈസയും കൊടുത്തിട്ട് നേരെ വീട്ടിലേക്ക് പൊക്കോളാൻ പറയാം. ഇവിടുന്ന് ഒരു ഓട്ടോ വിളിച്ചിട്ട് പൊക്കോ, അത്ര അർജന്റ് ആയതുകൊണ്ടാ, ലോങ് ഓട്ടോ ആയതാന്ന് പറയണം. ആ ശരി ശരി, ഞാൻ ഓട്ടോ വിളിച്ച് പൊക്കോളാം, സച്ചിയേട്ടൻ പോയിക്കോളാൻ പറയണം. അങ്ങനെ രേവതിയുടെ കയ്യിൽ പൈസയും കൊടുത്തിട്ട് സച്ചി പോവാണ്. രേവതി പിന്നീട് പലിശ കൊടുക്കാനായിട്ട് അങ്ങോട്ട് ചെല്ലുവാണ്, ഓഫീസിലേക്ക് ചെല്ലുവാണ്. അങ്ങനെ കയറി ചെന്നപ്പോൾ രേവതി എന്നെ തുറന്നു വിടാനൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ഒച്ചപ്പാടും കേട്ടു. പക്ഷെ രേവതി അത്രയൊന്നും മൈൻഡ് ആക്കിയില്ല. അങ്ങനെ അയാളുടെ അടുത്ത് കയറി ചെന്നപ്പം ചോദിച്ചു, അല്ല നല്ല കണ്ടുപരിചയം ഉണ്ടല്ലോ എന്ന് ചോദിക്കണം. അതെ ഞാൻ സച്ചിയുടെ വൈഫാന്ന് പറയാം. ഓ മനസ്സിലായി, അന്ന് ക്ഷേത്രത്തിൽ വന്നായിരുന്നല്ലേന്ന് ചോദിക്കും. അതേന്ന് പറയാ. അല്ല ഇന്നെന്ത് പറ്റി, ഇന്നും എന്താ പകുതി പൈസയുള്ളോ, അതാണോ രേവതിനെ പറഞ്ഞു വിട്ടേന്ന് ചോദിക്കും. അതുകൊണ്ടല്ല, സച്ചിയാണ് അർജന്റായിട്ടൊരു ഓട്ടം വന്നു, അപ്പൊ അതുകൊണ്ട് എന്നെ പറഞ്ഞു വിട്ടാന്ന് പറയാം. ശരി, പിന്നീട് ഫുൾ എമൗണ്ട് ഉണ്ടോ എന്നൊക്കെ ചോദിക്കും. മൊത്തം എമൗണ്ട് ഉണ്ട് സാറെന്ന് പറഞ്ഞ് പൈസ കൊടുക്കുവാണ്. ഈ സമയം അകത്തുനിന്ന് തുറന്നു വിടാൻ പറഞ്ഞുകൊണ്ട് ഒച്ച കേൾക്കുന്നു. എന്താ സാർ അകത്തുനിന്നൊരു ഒച്ചപ്പാട്? അതോ അതെന്താ വെച്ചാൽ ഇവിടെ ആധാരം കൊണ്ടേ പണയം വെച്ചു. ചോദിച്ചു കഴിഞ്ഞാൽ പൈസ ഇല്ല പോലും, ഇപ്പൊ പലിശ ഇല്ലാന്ന്. അവര് 1-2 വട്ടമായി ഇങ്ങനെ കളിപ്പിക്കുന്നേ. ഇനിയിപ്പോ അവളുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വന്നാലോ അവരെ തുറന്നു വിടുവോളൂ ഞാൻ പറഞ്ഞിട്ടുണ്ട്. വീട്ടിൽ നിന്ന് വരട്ടെ എന്നിട്ട് തുറന്നു വിടാം എന്ന് പറയണേ. എന്നാലും സാർ അത് മോശമല്ലേ അങ്ങനെ കാണിക്കുന്നേ? ഒരു മോശമില്ലെന്നേ. ഇത്തരക്കാരൊക്കെ പൈസ മേടിക്കാൻ നേരത്ത് ഭയങ്കര മിടുക്കായിരിക്കും. പക്ഷെ പൈസ മേടിച്ചുകൊണ്ട് പോയിട്ട് പലിശ ചോദിച്ചു കഴിയുമ്പോഴത്തേനും പിന്നെ സ്വഭാവം അങ്ങോട്ട് മാറും. ഇത് അവരുടെ വീട്ടിൽ അറിയാതെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന. പല വട്ടം അവരോട് പറഞ്ഞ വീട്ടിൽ നിന്ന് എല്ലാരും വിളിച്ചുകൊണ്ട് വന്ന് സൈൻ ചെയ്യണമെന്നൊക്കെ, അതൊന്നും അവര് കേട്ടില്ല എന്ന് പറയാം. രേവതി ശരിയെന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങാൻ തുടങ്ങും. പെട്ടെന്ന് ഓർത്തു, പിന്നെ ഒച്ചപ്പാട് വെക്കുന്നു. ഇത് തന്റെ അമ്മയുടെ സൗണ്ട് അല്ലേ, ചന്ദ്രമതി അമ്മയുടെ സൗണ്ട് അല്ലേ എന്ന് തോന്നുവാണ്. പെട്ടെന്ന് രേവതി എന്ത് ചെയ്യണം, അങ്ങോട്ട് ഇറങ്ങിപ്പോയിട്ട് അവിടെ പോയി നോക്കുവാണ്. അപ്പൊ ഒരു ഗ്രില്ല് പോലെ ഉണ്ടായിരുന്നു. ഗ്രില്ല് പോലെ അതിനകത്തുനിന്നാണ് ഒച്ചപ്പാടും വെള്ളമെല്ലാം കേൾക്കുന്നത്. പെട്ടെന്ന് ചന്ദ്രമതി എന്നെ വന്ന് രക്ഷിക്കുക, അല്ലെങ്കിൽ അത് തുറന്നു വിടാനും പറഞ്ഞിട്ട് കരഞ്ഞോണ്ടിരിക്കുക. പെട്ടെന്ന് രേവതി എന്നിട്ട് അമ്മയെന്ന് വിളിക്കുവാണ്. രേവതിയുടെ സൗണ്ട് കേട്ടൻ ചന്ദ്രമതി ഞെട്ടി. പെട്ടെന്ന് ചന്ദ്രമതി മിണ്ടാതിരുന്നു. പിന്നീട് അമ്മയെന്ന് വിളിച്ചിട്ടൊന്നും ഒരക്ഷം പോലും മിണ്ടിയില്ല. രേവതിക്ക് സംശയമായി. രേവതി പതുക്കെ ആ ഗ്രില്ലിനകത്ത് അകത്തേക്ക് നോക്കി, അകത്തിരുട്ടാ. എന്നാലും ചന്ദ്രമതി അവിടെ പതുങ്ങിക്കൂടി നിൽക്കുന്നുണ്ട്. പെട്ടെന്ന് വെച്ചാൽ അമ്മ എന്താ ഇവിടെ എന്ന് ചോദിക്കുക. അല്ല അത് പിന്നെ നീ ഇവിടെ നിൽക്കണ്ട, നീ പെട്ടെന്ന് പോകാൻ പറയണം. അല്ല അമ്മ എന്താ ഇവിടെ, കാര്യം എന്താന്ന് പറയാന്ന് പറയണം. അതൊന്നും നീ അറിയട്ടെ കാര്യമില്ലെന്ന് പറയാം. പെട്ടെന്ന് രേവതി ചോദിച്ചു, അല്ല അമ്മയാണോ അവര് പറഞ്ഞ ആ സ്ത്രീ പലിശ കൊടുക്കാഞ്ഞിട്ട് ഇവിടെ പിടിച്ചിട്ടിരിക്കുന്ന അമ്മേനെയാണെന്ന് ചോദിക്കുക. ഇത് കേട്ടതും ചന്ദ്രമതി ഒന്ന് ഞെട്ടി. രേവതി നിന്നോട് പോകാനാ പറഞ്ഞത്, നീ ഇവിടെ നിൽക്കേണ്ടെന്ന് പറയും. അമ്മേനെ ഇവിടെ ഇട്ടിട്ട് ഞാൻ പോകാനാ, നല്ല കഥയായിപ്പേ. ഒരു കാര്യം ചെയ്യട്ടെ, ഞാൻ സച്ചേട്ടനൊന്ന് വിളിക്കട്ടെ എന്ന് പറയാം. വേണ്ട നീ വിളിക്കണ്ടെന്ന് പറയും. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല,
ഞാൻ സച്ചേട്ടനെ വിളിക്കാൻ പോവാ. രേവതി നിന്നോടെ പറയണേ, നീ വിളിക്കണ്ട, വിളിച്ച ആകെപ്പാടെ പ്രശ്നമാന്ന് പറയാം. പക്ഷെ രേവതി ഒന്നും മൈൻഡ് ആക്കിയില്ല. ഈ സമയത്ത് അയാൾ അങ്ങോട്ട് വന്നു ചോദിച്ചു, എന്താ എന്താ അവിടെ പ്രശ്നം ചോദിക്കുക. അല്ല, ഈ കിടക്കുന്ന എന്റെ അമ്മയാന്ന് പറയണ. അമ്മയോ? പെട്ടെന്ന് അയാൾക്കൊന്നും മനസ്സിലായില്ല. രേവതി ഈ സമയത്ത് സച്ചിനെ ഫോൺ ചെയ്തു. സച്ചി അപ്പോൾ ഓട്ടം പോയിക്കൊണ്ടിരിക്കുവായിരുന്നു. എന്താ രേവതി, പലിശ കൊടുത്തില്ലെന്ന് ചോദിക്കും. കൊടുത്തു. അതെ, അർജന്റായിട്ട് ഇങ്ങോട്ടൊന്ന് വരണമെന്ന് പറയാം. എന്ത് പറ്റി? പൈസ വല്ല കുറവ് വല്ലതും വന്നോ? എന്താ കാര്യം? എന്താ? അതൊന്നുമല്ല, വേറൊരു പ്രശ്നമുണ്ട്. കാര്യം പറ. അതെ, അമ്മേനെ ഇവിടെ പൂട്ടിയിട്ടിരിക്കുക. പൂട്ടിയിടാനാ? എന്തിനാ അമ്മേനെ പൂട്ടിയിട്ടെ? അതെ, അമ്മ പലിശ കൊടുത്തില്ലെന്ന് പറഞ്ഞിട്ട്. അമ്മ എന്തിനാ പലിശ കൊടുക്കാനുള്ളതെന്ന് ചോദിക്കുക. അതിവിടെ ആധാരം പണയം വെച്ചിട്ടുണ്ട് അമ്മ. നമ്മളൊന്നും അറിയാതെ അമ്മ പൈസ വാങ്ങിച്ചിട്ടെന്ന് പറയാം. ഇത് കേട്ടതും സച്ചിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. കാരണം സച്ചിക്ക് മനസ്സിലായി അമ്മ അപ്പൊ കള്ളത്തരമാണ് ഇത്രയും കാലം ചെയ്തുകൊണ്ടിരുന്നത്. ശരി ശരി, നീ ഫോൺ വെക്ക്, ഞാൻ ഇപ്പൊ തന്നെ വരാം. അച്ഛനോടും കൂടെ ഒന്ന് വിളിച്ച് പറയണം. ശരിയെന്ന് പറഞ്ഞിട്ട് രേവതി രവീന്ദ്രനെ കൂടെ വിളിക്കുകയാണ്. ഈ സമയം ചന്ദ്രമതി വേണ്ട, രവിയെണ്ണെ വിളിക്കണ്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷെ രേവതി അതൊന്നും കേട്ടില്ല. രേവതി രവീന്ദ്രനെ കൂടെ വിളിച്ചു. പിന്നീട് കാണിക്കുന്ന രവീന്ദ്രനും സച്ചി അവിടെ അപ്പൊ സ്തുതിയും കൂടെ അങ്ങോട്ട് വരുന്നുണ്ട്. ശ്രുതിക്ക് കാര്യം എന്താന്ന് പോലും മനസ്സിലായില്ല. വാടാന്ന് പറഞ്ഞുകൊണ്ടാണ് രവീന്ദ്രൻ കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് പോരുന്നേ. അങ്ങനെ അങ്ങോട്ട് കയറി ചെല്ലുവാണ്. പത്തമ്മ രേവതി ചോദിച്ചു, അല്ല ശ്രീകാന്ത് ഇല്ലേന്ന് ചോദിക്കാണ്. ശ്രീകാന്തിനെ വിളിച്ചിട്ടില്ല എന്നുണ്ട്. വാ എന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് അകത്തേക്ക് കയറി ചെല്ലുക. എന്താ സച്ചി, എന്താ സച്ചി ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കുകയാണ്. പലിശ കൊണ്ടുവന്ന് ഭാര്യ തന്നല്ലോ എന്ന് പറയാം. അതൊന്നും അല്ല സാർ പ്രശ്നം. പിന്നെന്താ കുഴപ്പം? അതെ, അതിന്റെ അകത്ത് പൂട്ടിയിട്ടിരിക്കുന്ന എന്റെ അമ്മേനെയാന്ന് പറയണേ. ആര്, ചന്ദ്രമതിയോ? ചന്ദ്രമതി സച്ചിയുടെ അമ്മയാണെന്ന് ചോദിക്കും. അതെ. അല്ല സാർ, എന്തിനാ പൂട്ടിയിട്ടിരിക്കുന്നത് ചോദിക്കണം. അതോ, അവർ 1-2 ലക്ഷം രൂപയല്ല, 15 ലക്ഷം രൂപ തരാളെ. ഇവിടെ ആധാരം പണയം വെച്ച് 15 ലക്ഷം രൂപ എടുത്തേക്കണെന്ന് പറയണം. 15 ലക്ഷം രൂപയാ? രവീന്ദ്രന്റെ കണ്ണു പിടിഞ്ഞു പോയി. സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ച കാര്യമല്ലായിരുന്നത്. പെട്ടെന്ന് രവീന്ദ്രൻ പറഞ്ഞ സത്യമാണോ പറയണേന്ന് ചോദിക്കും. സത്യ പറയണേ. 15 ലക്ഷം രൂപ എടുത്തേ. അല്ല, എത്ര നാൾ മുമ്പാ? ഒരു 2 മാസമായി കാണും പൈസ എടുത്തിട്ടെന്ന് പറയാം. ഇത് കേട്ടപ്പം സുധീരുടെ അടുത്തേക്ക് പെട്ടെന്ന് എന്നിട്ട് രവീന്ദ്രൻ ചോദിച്ചു, നിനക്കിത് അറിയാമായിരുന്നോടെ ചോദിക്കും. എനിക്കൊന്നും അറിയത്തില്ലെന്ന് പറയും. സച്ചി പറഞ്ഞു, അവൻ കള്ളം പറയുന്ന, അവന്റെ മുഖം കണ്ടാ അറിയാം, അവന് കാര്യങ്ങളൊക്കെ അറിയാമായിരുന്നു. നമ്മടുത്ത് വെറുതെ കള്ളം പറയുന്ന അച്ഛാന്ന് പറയാ. ഈ സമയം രേവതി പറഞ്ഞു, അല്ല സാർ, അമ്മേനെ ഇങ്ങനെ പൂട്ടിയിട്ടേക്ക്, അമ്മേനെ തുറന്നു വിടാൻ പറയണേ. സച്ചിയും പറഞ്ഞു, ശരിയാണ് സാർ, ഇങ്ങനെ പൂട്ടിയിടേണ്ട കാര്യമുണ്ടോ? ആ മുറിക്കകത്തൊന്ന് തുറന്നു വിടാൻ പറയണം. മുറിക്കകത്തൊന്ന് ഞാൻ തുറന്നു വിട്ടാനും. ഞാൻ അവരോട് പലവട്ടം പറഞ്ഞ. അതെ, ഈ ആധാരത്തില് രവീന്ദ്രന്റെ എന്നുള്ള പേരും കൂടെ ഉണ്ട്. അവരെയും കൂടെ വിളിച്ചോണ്ട് വന്നു, മക്കളെല്ലാം ബന്ധത്തിൽ സൈൻ ചെയ്ത് തരണമെന്ന്. അപ്പൊ അവരെന്നോട് പറഞ്ഞെന്താണെന്നറിയോ, മക്കളൊക്കെ ഇവിടെ ഇല്ല, പുറത്താന്നൊക്കെ പല പല കള്ളങ്ങളും പറഞ്ഞു. പക്ഷെ എങ്കിൽ ഇപ്പോഴല്ലേ അറിയണേ, അവര് വീട്ടിൽ ആരോടും പറയാതെ ആധാരം ഇവിടെ കൊണ്ടുപോയി വെച്ചെന്നുള്ള കാര്യം. അതിന്റെ സത്യാവസ്ഥയൊക്കെ മനസ്സിലാക്കുന്ന ഇപ്പോഴാന്ന് പറയണേ. രവീന്ദ്രൻ, ഞങ്ങളിതൊന്നും അറിഞ്ഞില്ല സാർ. അറിയുമായിരുന്നെങ്കിൽ ഒരിക്കലും ഇനി സമ്മതിക്കില്ലായിരുന്നു പറയാം. ഇനിയിപ്പോ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ അത് മാത്രമല്ല, ഇന്ന് പലിശ തരാന്ന് പറഞ്ഞ, പലിശ തരാനായിട്ട് വന്നു കഴിഞ്ഞപ്പോ അവര് കള്ളത്തരം കൂടെ പറഞ്ഞിരിക്കുന്നു. വഴിക്ക് വെച്ച് അവരുടെ ബാഗ് ആരണ്ട് മോഷ്ടിച്ചു, അതിനകത്തുണ്ടായിരുന്ന പൈസ കൊണ്ടുപോയെന്ന്. ഇത് കേട്ടപ്പോ സച്ചി ചോദിച്ചു, സുധിയോട് ചോദിച്ചു, എടാ സുധി, നീ ആ ഫ്ലൈറ്റ് ടിക്കറ്റിന്റെ പൈസ കൊടുത്തില്ലായിരുന്നു എന്ന് ചോദിക്കണം. നീ എങ്ങാനും അടിച്ചു മാറ്റിയായിരുന്നു അത്? ഇല്ല, ഞാൻ അടിച്ചു മാറ്റിയില്ലെന്ന് പറയും. ഓഹോ, അപ്പൊ പൈസ കയ്യിലുണ്ടായിരുന്നല്ലേന്ന് ചോദിക്കുക. ആ സാർ, ഉണ്ടായിരുന്നു. 1 ലക്ഷം രൂപ അമ്മയുടെ ഉണ്ടായിരുന്നു. മിക്കവാറും ആ പൈസ ആയിരിക്കും സാറിന് കൊണ്ടു തരാനായിട്ട് വന്നേന്ന് പറയാ. ഈ സമയത്ത് അയാൾ എന്ത് ചെയ്യണം, പോയി ചന്ദ്രമതിയുടെ പൂട്ടിയുടെ കഥ അങ്ങ് തുറക്കുവാണ്. ചന്ദ്രമതി അങ്ങോട്ട് ഇറങ്ങി വന്നു. രവീന്ദ്രൻ അടിമുടി പെരുത്ത് കയറി നിൽക്കുക. ചന്ദ്രമതി വന്നേ രവീന്ദ്രൻ ചോദിച്ചു, നീ എന്ത് പരിപാടി ചന്ദ്ര കാണിച്ചെന്ന് ചോദിക്കുക. കാണിച്ചു കഴിഞ്ഞിട്ട് അടിക്കാനായിട്ട് അങ്ങോട്ട് കൈ ഉയർത്തി. പെട്ടെന്ന് രേവതി സച്ചിൻ കയറി തടഞ്ഞു. വേണ്ടച്ചാ, വേണ്ടാന്ന് പറഞ്ഞ് കയ്യെല്ലാം അങ്ങോട്ട് കയറി പിടിക്കുക. ഇനി അച്ഛൻ അമ്മേനെ അടിച്ച, അച്ഛന്റെ കൈ കൂടെ വെറുതെ എന്തിനാ നാറ്റിക്കുന്നേ, അതിന്റെ കാര്യമില്ലെന്ന് പറയാ. ഈ സമയം രവീന്ദ്രൻ ചോദിച്ചു, നീ എന്ത് പരിപാടി ചന്ദ്ര കാണിച്ചേ? നിനക്ക് ചെയ്യാൻ പറ്റുന്ന പണിയാണോ ചെയ്തേ? നീ എന്തിനാ എത്ര പൈസ എടുത്തേ? 1-2 ലക്ഷമല്ല, 15 ലക്ഷം രൂപ എടുത്തേക്കുന്നേ. നിനക്ക് എന്താ ചെയ്തെന്ന് വല്ല ബോധം ഉണ്ടോന്ന് ചോദിക്കാം. സുധിയുടെ കല്യാണത്തിന് വേണ്ടിയിട്ടായിരിക്കുമല്ലോ ഇതെടുത്തേ. എന്നാലും നീ 15 ലക്ഷം രൂപ എടുത്തിട്ട് നീ എന്താ ചന്ദ്ര കാണിച്ചെന്ന് ചോദിക്കുക. ചന്ദ്രമതി, അത് പിന്നെ അത് എന്റെ വീടില്ലെന്ന് ചോദിക്കും. ഓഹോ, നിന്റെ വീടല്ലേ? നിന്റെ പേര് മാത്രം അത് കിടക്കുന്നല്ലേ? എപ്പോഴും നീ പറയായിരുന്നല്ലോ നിന്റെ വീടാന്ന്. ഇപ്പൊ കണ്ടോ, നിന്റെ വീട് പോകുന്ന വഴി കണ്ടോളാൻ പറയണ. ഇനി തെരുവിലേക്ക് ഇറങ്ങിക്കോളാൻ പറയാം. ഇത് കേട്ട ചന്ദ്രമതി ഒന്നും മിണ്ടാ നിൽക്കുക. പെട്ടെന്ന് സുധി പറഞ്ഞു, അമ്മ എന്തിനാ ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കും. അവിടെ പലിശ കെട്ടാൻ വേണ്ടി വന്നാ, പക്ഷെ എന്റെ കയ്യിലുണ്ടായിരുന്ന പൈസ അതാരാ അടിച്ചു മാറ്റിക്കൊണ്ട് പോയെന്ന് പറയും. സച്ചി പെട്ടെന്ന് പറഞ്ഞു, അതും അച്ഛന്റെ പൈസയല്ലേ? അച്ഛൻ അധ്വാനിച്ചുണ്ടാക്കിയ പെൻഷൻ തുകയല്ലേ? അതല്ലേ, വെറുതെ അല്ല. അമ്മയൊന്നും ഒരിക്കലും നന്നാവാൻ പോകുന്നില്ല, ഗുണം പിടിക്കാനും പോകുന്നില്ലെന്ന് പറയാം. ഈ സമയം സുധി പറഞ്ഞു, എന്തായാലും ഇയാള് ഇവിടെ പൂട്ടിയിട്ടില്ലേ, പോലീസ് കൊണ്ട് കംപ്ലൈന്റ് കൊടുക്കണം. ഇപ്പൊ തന്നെ പോലീസിനെ വിളിക്കണമെന്ന് പറയാം. ഇത് കേട്ടത് അയാൾ പറഞ്ഞു, ഒരു കാര്യം ചെയ്യ, പോലീസിനെ വിളിക്കുക, പെട്ടെന്ന് തന്നെ വിളിക്കുക, കാര്യമൊക്കെ ഒരു തീരുമാനം ഉണ്ടാട്ടെ എന്ന് പറയാം. രവീന്ദ്രൻ പെട്ടെന്ന് സുധിയുടെ അടുത്ത് എന്നിട്ട് ആ ഫോൺ ഇങ്ങോട്ട് പിടിച്ചു വാങ്ങി. എന്ത് പരിപാടിയാണ് നീ കാണിക്കാൻ പോകുന്നത്? നിന്റെ അമ്മയുടെ കയ്യിൽ അവിടെ തെറ്റ്.
പൈസ മേടിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പലിശ കൃത്യമായിട്ട് കൊടുക്കണം. കൊടുക്കാൻ പറ്റാതെ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ഇങ്ങനത്തെ കേസിലൊന്നും ചെന്ന് പെടേണ്ട ആവശ്യമില്ല. നാട് മുഴുവൻ അറിയാലോ. എന്നെ പറയുന്ന നാണം കിടത്തേണ്ട കാര്യമില്ലെന്ന് പറയാണ്. രവീന്ദ്രൻ കൂടെ ദേഷ്യം അടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. സച്ചി പറഞ്ഞ് എന്തായാലും കൊള്ളാന്ന് പറയണം. ഈ സമയം രവീന്ദ്രൻ പറഞ്ഞു, വെറുതെ അല്ല, അന്ന് സച്ചിക്ക് ആധാരം എടുത്ത് കൊടുക്കാനായിട്ട് പറഞ്ഞു കഴിഞ്ഞപ്പം ആ കാറിന് വേണ്ടിയിട്ട് കൊടുക്കാൻ പറഞ്ഞ് നീ കൊടുക്കായിരുന്നില്ലേ? അന്നേ നീ ഇതിവിടെ കൊണ്ടുവന്ന് പണയം വെച്ചായിരുന്നില്ലേ? എന്നിട്ടാണ് നീ ഇത്ര ആർഭാടം കാണിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴല്ലേ കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നേ. എന്നാലും എന്തിനാണ് ഇത്രയും വലിയ ചതി ചെയ്തേ? ഒരു വാക്ക്, നീ എന്നോട് ഒരു വാക്കെങ്കിലും ചോദിച്ചോന്ന് ചോദിക്കാം. ഇത് കേട്ടൻ ചന്ദ്രമതി പറഞ്ഞു, അത് പിന്നെ ഞാൻ ജബിയുടെ സമ്മതിക്കില്ലെന്ന് വിചാരിച്ച. ഇപ്പൊ സമാധാനമല്ലേ നിനക്ക്? എങ്ങനെ ഉണ്ടായി കൊടുക്കുന്നോർത്താ നീ ഇരിക്കുന്നേ? ഈ സമയം ഒന്നും മിണ്ടാ ചന്ദ്രമതി തല കുണിച്ചിരിക്കുകയാണ്. എന്തേലും ചോദിക്കാൻ തല കുണിച്ചിട്ട് കാര്യമില്ലെന്ന് പറയാം. പെട്ടെന്ന് തന്നെ അയ്യ പലിശ ഫൈനാൻഷ്യർ പറഞ്ഞു, അതെ, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ചിട്ടോ വഴക്കുണ്ടാക്കിയിട്ടോ കാര്യമില്ല. എന്റെ പൈസയുടെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കണമെന്ന് പറയാം. ഇത് കേട്ടപ്പോ സച്ചോട്, ഞങ്ങൾ എന്ത് തീരുമാനം ഉണ്ടാക്കാനാ? പൈസ വാങ്ങിയ ആൾ അമ്മയാ, അമ്മയോട് തന്നെ ചോദിച്ചോളാൻ പറയണം. അത് പറഞ്ഞിട്ട് കാര്യമില്ല സച്ചി. പൈസ വാങ്ങിയത് അമ്മയാണെങ്കിലും നിങ്ങളും മക്കളും അച്ഛനും എല്ലാവരും കൂടെ കാര്യം പേപ്പറെ സൈൻ ചെയ്താട്ട്. ഇനിയിപ്പൊ പൈസ തന്നില്ലെങ്കിൽ ആധാരം എന്റെ കയ്യിലിരിക്കും, വീട് എന്റെ പേര് കിട്ടൂന്ന് പറയണം. രവീന്ദ്രൻ പറഞ്ഞ്, കേട്ടല്ലോ നീ, ഇപ്പൊ നിനക്ക് സമാധാനമായല്ലോ എന്ന് പറയാം. സച്ചി പറഞ്ഞ്, എവിടെ നിരത്ത് കൊടുക്കാനാ ഇത്രയും പൈസ? ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഒപ്പിട്ട് കൊടുത്തേക്കാന്ന് പറയണം. രവീന്ദ്രൻ പറഞ്ഞു, ഒപ്പിട്ട് കൊടുക്കാനോ? എടാ, ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീടും ഇതും പോട്ടച്ചാ, എന്ത് ചെയ്യാനാ? അമ്മയുടെ കയ്യിലിരിപ്പല്ലേ, എല്ലാം പോട്ടേന്ന് പറയാണ്. ഇനിയിപ്പോ ഒരു കാര്യം ചെയ്യാം, എല്ലാരും കൂടെ അങ്ങ് തെരുവിലേക്ക് ഇറങ്ങി ഒരു പാത്രം കൂടെ കയ്യിലെടുത്ത് ഇറങ്ങിക്കോളാൻ പറയണം. ഇത് കേട്ട സുതിയൊന്നും മിണ്ടായിരിക്കോ, നിക്കുന്ന നിപ്പ് കണ്ടില്ല അവന്. എല്ലാത്തിനും കാരണം ഇവന് ഒറ്റ എടുത്തിനാണ് സച്ചി പറയുക. പിന്നീട് രവീന്ദ്രൻ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അയാൾ പറഞ്ഞൊരു കാര്യം ചെയ്യാം, മക്കളെല്ലാരും വന്ന് സൈൻ ചെയ്യണം. അപ്പൊ ശ്രീകാന്ത് അവിടെ ഇല്ല. സച്ചു, ഞാൻ ശ്രീകാന്തിനെ ഒന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി പുറത്തേക്ക് ഇറങ്ങിയിട്ട് ശ്രീകാന്തിനെ വിളിക്കുകയാണ്. ശ്രീകാന്തിനെ വിളിച്ച്, നീ എവിടെയാ? ഞാൻ റെസ്റ്റോറൻറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അതെ, നീ അത്യാവശ്യം ടൗൺ വരെ എന്ന് പറഞ്ഞെന്ന് പറയാം. എന്താ സച്ചേട്ടാ? എനിക്ക് അല്പം തിരക്കുണ്ടെന്ന് പറയാം. തിരക്കൊന്നും നോക്കണ്ട, അതിനേക്കാളും വലിയ കാര്യത്തിൽ ഇവിടെ നിൽക്കണേന്ന് പറയാം. എന്താ? അതൊക്കെ ഇവിടെ വന്നിട്ട് പറയാം, നീ ഇങ്ങോട്ട് വരാൻ പറയാണ്. അങ്ങനെ കുറച്ച് കഴിയുമ്പോഴത്തേനും ശ്രീകാന്ത് അങ്ങോട്ട് വന്നു. ശ്രീകാന്ത് വന്നിട്ട് ചോദിച്ചു, എന്താ കാര്യം ചോദിക്കണം. കാര്യം അമ്മ തന്നെയാ. അമ്മയ്ക്ക് എന്ത് പറ്റി? അമ്മ വീടിന്റെ ആധാരം പണയം വെച്ച് 15 ലക്ഷം രൂപ എടുത്തിട്ടുണ്ട്. പലിശ കൊടുക്കാൻ നിവൃത്തിയില്ലാതെ അമ്മേനെ പോയി പൂട്ടിട്ടേക്കുമായിരുന്നു. അതന്നെ പ്രശ്നം. ഇനിയിപ്പം നമ്മൾ എല്ലാവരും സൈൻ ചെയ്ത് കൊടുക്കണം. കാരണം പൈസ കൊടുത്തില്ലെങ്കിൽ ആധാരം അയാളുടെ കയ്യിലിരിക്കും. അപ്പൊ ആർക്കും പ്രശ്നമില്ല എന്നുള്ള രീതിയിൽ സൈൻ ചെയ്ത് കൊടുക്കണമെന്ന് പറയാം. ഇത് കേട്ട ശ്രീകാന്ത് ഓടിച്ചെന്ന് ചന്ദ്രമതിയുടെ അടുത്ത് എന്നിട്ട് ചോദിച്ചു, എന്താ അമ്മ എന്ത് പണിയാ കാണിച്ചെന്ന് ചോദിക്കും. അല്ല, അതുപോലെ ഞാൻ ഇപ്പം മനസ്സിലായി, അമ്മയ്ക്ക് എപ്പോഴും അമ്മയുടെ കാര്യം മാത്രമേ ഉള്ളൂ. എന്നാലും ഇത്രയ്ക്ക് വെച്ച് അത് വേണ്ടായിരുന്നു കേട്ടോ. വീട് പോയിട്ടുണ്ടെങ്കിൽ എവിടെ കഴിയുന്നോർത്തായിരിക്കണേ, വാടക വീട്ടിലേക്ക് മാറേണ്ടി വരും. ആ ബോധം വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കുക. ചന്ദ്രമതി ഒന്നും വേണ്ട, തല കുണിച്ചിരിക്കുക. രവീന്ദ്രൻ പറഞ്ഞു, ഇപ്പൊ നോക്കി എഴുതുന്നുണ്ട്, പണം ഇങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഒരു കാര്യം ചെയ്യാം, സൈൻ ചെയ്യാൻ പറയണം. അങ്ങനെ ഓരോരുത്തരായിട്ട് സൈൻ ചെയ്യുക. ഈ സമയം ചന്ദ്രമതിക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല. ചന്ദ്രമതി നിൽക്കുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ ഉച്ചയ്ക്ക് വരാട്ടോ. അപ്പൊ എല്ലാവരും അത് മറക്കാതെ കയറി കാണാം. ഇനി വീട്ടിൽ ചെന്നിട്ട് മിക്കവാറും രവീന്ദ്രൻ ചന്ദ്രമതിനെ അടിച്ചിറക്കും. രവീന്ദ്രന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ചന്ദ്രമതിക്ക് ഇറങ്ങാതിരിക്കാൻ പറ്റില്ല. ചന്ദ്രമതിയുടെ കഷ്ടകാലം അങ്ങനെ തുടങ്ങി. അപ്പൊ അതിന്റെ വിശേഷങ്ങൾ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് പുതിയ പുതിയ വിശേഷങ്ങളാ രേവതിയുടെ സച്ചിയുടെ പറയുന്ന കേട്ടോ. അതിന് വരാൻ പോകുന്ന ദിവസത്തെ വിശേഷങ്ങളാട്ടോ. അപ്പൊ എല്ലാ ദിവസത്തെ വിശേഷങ്ങൾ എല്ലാ ദിവസവും തന്നെ ചാനലിനകത്ത് ഇടുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഉച്ചയ്ക്ക് പറയുന്ന വിശേഷങ്ങൾ വരാൻ പോകുന്ന ദിവസത്തെയാ. ഇത് ഞാൻ എടുത്ത് പറയുന്നത് എന്താന്ന് വെച്ചാൽ, ചിലര് ചോദിക്കും ഇത്രയും വരെ ആയില്ലല്ലോ കഥയെന്നൊക്കെ ചോദിക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇതിന് മുമ്പത്തെ വിശേഷങ്ങൾ അറിയേണ്ടവര് എല്ലാ ദിവസവും ഉച്ചയ്ക്കിടുന്ന ഞാൻ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് വിശേഷങ്ങൾ. അതെടുത്ത് നോക്കി അറിയാൻ പറ്റും കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.